ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി അരക്കപ്പ് ചെറുപയറാണ് എടുത്തത്. ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറുപയറൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്കാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ചെറുപയറൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായി വരാൻ എനിക്ക് 2 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. പിന്നെ ചെറുപയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 3 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.